1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയോടെ മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി. എങ്കിലും വയനാടൻ കാടുകളിലെ സുഗന്ധദ്രവ്യങ്ങളുടെ വിനിമയം സുഗമമായിരുന്നില്ല. മലകളാൽ ചുറ്റപ്പെട്ടതും നിബിഡ വനങ്ങൾ ഉൾപ്പെട്ടതുമായ ഭൂമിശാസ്ത്ര സവിശേഷത തന്നെയായിരുന്നു കാരണം. വനവിഭവങ്ങൾ വേഗത്തിൽ കോഴിക്കോട്ടെത്തിക്കാനുള്ള പദ്ധതിയിലായിരുന്നു ബ്രിട്ടീഷുകാർ. എന്നാൽ നിലവിലുള്ള പാത അതിനനുയോജ്യമല്ല. അടിവാരത്തു നിന്നും കൊടും കാട്ടിലൂടെ മല കയറി മുകളിലേക്കെത്തിയാൽ സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു കലവറ തന്നെ അവർക്ക് മുന്നിൽ തുറക്കുമെന്ന് ഉറപ്പായി. അതിനായി ഒരു പുതിയ പാതയ്ക്കുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു. ഇതിനായുള്ള അന്വേഷണം പ്രാദേശിക നാടുവാഴികളിലേക്കും തുടർന്ന് കരിന്തണ്ടൻ എന്ന ഊരുമൂപ്പനിലേക്കും വെള്ളക്കാരെ കൊണ്ടെത്തിച്ചു. ശേഷം കരിന്തണ്ടന് മുൻപാകെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആവശ്യമറിയിച്ചു. പക്ഷേ അവരുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ടായിരുന്നു അവർ കാര്യം അവതരിപ്പിച്ചത്. വെള്ളക്കാരുടെ ആവശ്യം ന്യായമാണെന്ന് തെറ്റിദ്ധരിച്ച ആ സാധു മനുഷ്യൻ അവരുടെ അപേക്ഷ ചെവികൊണ്ടു. ഒടുവിൽ ബ്രിട്ടീഷുകാർ കരിന്തണ്ടനൊപ്പം യാത്ര ആരംഭിച്ചു. മലയിടുക്കുകളിലൂടെ നിബിഡ വനത്തിലൂടെ അവർ സഞ്ചാരം തുടർന്നു. മണിക്കൂറുകൾക്കൊടുവിൽ അവർ ലക്ഷ്യം കണ്ടു. ബ്രിട്ടീഷുകാർക്കത് വിശ്വസിക്കാനാകുന്നുണ്ടായിരുന്നില്ല. 1-2 ദിവസമെടുത്ത് സഞ്ചരിച്ച പഴയ പാതയ്ക്ക് ബദലായി ഇതാ പുതിയൊരു പാത. പക്ഷേ അതിന് വഴിതെളിച്ചത് ഒരാദിവാസി യുവാവാണെന്നത് അവർക്ക് അംഗീകരിക്കാനായില്ല. കാര്യം നടന്നതോടെ ബ്രിട്ടീഷുകാർ തനി സ്വഭാവം പുറത്തെടുത്തു. കരിന്തണ്ടനെ വകവരുത്താൻ തന്നെ അവർ തീരുമാനിച്ചു. കാരിരുമ്പിന്റെ കരുത്തുള്ള അദ്ദേഹത്തോട് നേരിട്ട് ഏറ്റുമുട്ടുക എന്നത് അസാധ്യമാണ്. അതിനാൽ അവർ അദ്ദേഹത്തെ ശേഷം മൃതദേഹം ഊരുമക്കൾക്ക് തന്നെ വിട്ടുകൊടുത്തു. കരിന്തണ്ടന് കാട് കളിത്തൊട്ടിലാണ്. അങ്ങനെയുള്ള തങ്ങളുടെ നേതാവ് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വെള്ളക്കാരൻ്റെ വാദം അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, എതിർക്കാനും കഴിഞ്ഞില്ല. തലവൻ നഷ്ടപ്പെട്ട ഗോത്രജനത നിശബ്ദനാക്കപ്പെട്ടു. ദുർമരണപ്പെട്ടതുകൊണ്ട് തന്നെ കരിന്തണ്ടൻ്റെ ആത്മാവ് ചുരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുവാൻ ആരംഭിച്ചു. കാളവണ്ടികൾ കൊക്കയിലേക്ക് തള്ളിയിട്ടും യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതും തുടർന്നു. ശേഷം ഒരു മന്ത്രവാദി വന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ചങ്ങലയിൽ ബന്ധിച്ച് ഒരു മരത്തിൽ തളച്ചു എന്നതാണ് വിശ്വാസം. കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തു നിന്ന് 9 വളവുകൾ പിന്നിട്ട് 12 കിലോമീറ്റർ സഞ്ചരിച്ചെത്തുന്നത് കരിന്തണ്ടൻ്റെ ആത്മാവ് കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ലക്കിടിയിലെ ചങ്ങലമരത്തിനടുത്തേക്കാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വയനാടൻ ചുരം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ ചങ്ങലമരത്തിനടുത്തു തന്നെ. വയനാടൻ ചുരത്തിൻ്റെ ചരിത്രം ഒരുപക്ഷെ സത്യവും മിത്തും എല്ലാം ഇടകലർന്നതായിരിക്കാം. പക്ഷേ ബ്രിട്ടീഷുകാരാൽ ചതിക്കപ്പെട്ട കരിന്തണ്ടൻ എന്ന മനുഷ്യൻ നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും ചരിത്രത്തിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കാതെ ചങ്ങലമരത്തിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു.